കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് അത്തരത്തിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഏതായാലും CPM-നെയും എം സ്വരാജിനെയും ഇപ്പം നടത്തിയിട്ടുള്ള പ്രസംഗം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം പല സൈഡിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള കേരള ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിന് പല സൈഡിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറെ കാലമായി സർക്കാരിനെതിരെ അതിരൂക്ഷമായി പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ് ജി ശക്തിധരൻ. അപ്പോൾ ഈ ഒരു വിഷയത്തിലും CPM-നെയും അതുപോലെ തന്നെ എം സ്വരാജിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ജി ശക്തിധരൻ രംഗത്ത് വരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങേയറ്റം മോശം ഭാഷയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് അപമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ജി ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ബിഷപ്പ് മാർ കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചതിന്റെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ അതുക്കും മേലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചിത്തഭ്രമമാണെന്ന് ദേശാഭിമാനി പത്രാധിപർ എം സ്വരാജ് പ്രഖ്യാപിച്ചത്. CPM എങ്ങോട്ടാണ് പോകുന്നത്? ഇവനെ തലയ്ക്ക് തളം വെക്കാൻ ആരുമില്ലേ? VS അച്യുതാനന്ദനെ എന്താണ് അധിക്ഷേപിച്ച് വിളിച്ചതെന്നും കേരളം കേട്ടതാണ്. എം സ്വരാജിനെ വിമർശിച്ചുകൊണ്ട് ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള വാക്കുകളാണിത്. ഏതായാലും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ഭ്രാന്തുള്ളവർക്ക് MP-യോ MLA-യോ ആകാനാകില്ല, ഇത് ഭരണഘടനയിലുണ്ട്. എന്നാൽ ഭ്രാന്തുള്ളവർ ഗവർണർ ആകരുതെന്നും ഭരണഘടന പറഞ്ഞിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഭാവിയിൽ കേരള ഗവർണർ ആകുമെന്ന ദീർഘവീക്ഷണത്തോടെ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് പറയാൻ സാധിക്കില്ല എന്നായിരുന്നു എം സ്വരാജിന്റെ വിവാദ പ്രസംഗം. മാത്രമല്ല, ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നും സ്വരാജ് പരിഹസിച്ചു. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുൻപ് CPM-നെതിരെ വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല, RSSന്റെ വിമർശനമാണ്. ഗവർണർ ആണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ലെന്നും ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളത്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഭരണഘടനാ വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തുമ്പോൾ സ്വരാജ് ഇത്തരത്തിൽ കേരള ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ആ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് ആദ്യമായെന്നല്ല ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സ്വരാജ് രംഗത്ത് വരുന്നത്. മുൻപും ഇതേപോലെ വളരെ മാന്യമല്ലാത്ത രീതിയിലും സ്വരാജ് പ്രതികരിച്ചിട്ടുണ്ട്. മുൻപ് LDF-ന്റെ രാജ്ഭവൻ ഉപരോധം ഉണ്ടായപ്പോൾ അതിൽ ഗവർണർ പ്രതികരിക്കുകയുണ്ടായി. രാജ്ഭവൻ ഉപരോധം കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാകാതെ അവസാനിച്ചു. അപ്പോഴും താനാണ് ജയിച്ചതെന്ന് വാദിച്ചുകൊണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഒരു പ്രസ്താവന നടത്തിയത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 25,000 പേരാണ് രാജ്ഭവൻ ഉപരോധത്തിൽ പങ്കെടുത്തത്. ബാക്കി ജനം തനിക്കൊപ്പം എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്.